കാസർഗോഡ് വിഷപ്പുക ശ്വസിച്ച 50ഓളം വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ. ചികിത്സയിലുള്ളത് കാഞ്ഞങ്ങാട് പുതിയ കോട്ട ലിറ്റിൽ ഫ്ലവർ ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ. അസ്വസ്ഥതയ്ക്ക് കാരണം തൊട്ടടുത്തുള്ള ആശുപത്രിയിലെ ജനറേറ്ററിൽ നിന്നുള്ള പുക ശ്വസിച്ചത്. കാര്യവട്ടം ക്യാമ്പസിലെ KSU SFI സംഘർഷത്തിൽ സഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളം. SFIക്ക് ഇടിമുറിയുടെ ഭീകരതയെന്ന പ്രതിപക്ഷം. SFI ആയതുകൊണ്ട് മാത്രം 35 പേർ കൊല്ലപ്പെട്ടെന്ന് മുഖ്യമന്ത്രി. ഈ കേരളത്തില് ഏറ്റവും ഒടുവിൽ രക്തസാക്ഷിയായ ധീരജ് രാജേന്ദ്രൻ അടക്കം 35 പേരാണ് SFIയുടെ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം അക്രമികൾക്ക് ക്യാമ്പസുകളിൽ അഴിഞ്ഞാടാനുള്ള ആഹ്വാനമെന്ന പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നിയമസഭാ പ്രസംഗം ക്യാമ്പസുകളിൽ വീണ്ടും അക്രമികൾക്ക് അഴിഞ്ഞാടുന്നതിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ പേട്രണേജാണ് മുഖ്യമന്ത്രി പരസ്യമായിട്ട് ഇവിടെ നൽകിയത്. ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ സഭ പിരിഞ്ഞു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് SFI. രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പെൻഷൻ തടഞ്ഞുവെച്ചതായി കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ M. രമ. SFIക്കെതിരെ വിമർശനം ഉന്നയിച്ചതിന്റെ പ്രതികാര നടപടിയെന്ന ആരോപണം. കോളേജിൽ നിരവധി ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്നും M. രമ. പ്ലസ് വണ്ണിന് അപേക്ഷിച്ചവർക്കെല്ലാം പ്രവേശനം ലഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. മലപ്പുറം ജില്ലയിൽ സീറ്റ് ക്ഷാമം പരിശോധിക്കാൻ 2 ഉന്നത ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികളെന്നും വിദ്യാഭ്യാസ മന്ത്രി. എഴുത്തും വായനയും അറിയില്ലെന്ന് പറഞ്ഞ് ചില കുട്ടികളുടെ മാത്രം കാര്യമെന്ന് ആവർത്തിച്ച് മന്ത്രി സജി ചെറിയാൻ. നഗരത്തിനു പുറമെ സംസ്ഥാനത്തെ ഗ്രാമീണ റോഡുകളിലും ദുരിതയാത്ര. കണ്ട ഭാവമില്ലാതെ അധികൃതർ. കേരള വിഷൻ ന്യൂസിന്റെ വാർത്താ പരമ്പര തുടരുന്നു. നവ കുഴിയടയ്ക്ക്. T20 ലോക കിരീടവുമായി ഇന്ത്യൻ ടീം നാട്ടിലെത്തി. ഡൽഹി വിമാനത്താവളത്തിൽ വമ്പൻ സ്വീകരണവുമായ ആരാധകർ. ടീം അംഗങ്ങൾക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി പ്രധാനമന്ത്രി. വൈകിട്ട് മുംബൈ വാങ്കഡയിൽ റോഡ് ഷോ.